എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ചൂട് ഒനിയൻ സാമ്പാറും ഇഡ്ഡലിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ സാമ്പാറിന്. അപ്പോൾ തക്കാളിയും സവാളയും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ സാമ്പാറിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് തുവരപ്പരിപ്പ്, എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചെടുക്കുന്നത്. പിന്നെ ഒരു പീസ് കട്ടക്കായം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കണം. അതവിടെ വിസിലടിക്കട്ടെ. അപ്പോഴേക്ക് നമുക്കൊരു 2 വലിയ തക്കാളി, 3-4 വെളുത്തുള്ളി, കുറച്ച് ജീരകം, പിന്നെ 1 ടീസ്പൂൺ മുഴുവൻ മല്ലി, പിന്നെ വേണ്ടത് ഇതിലേക്ക് ഉണക്കമുളക്, അതൊരു 5-6 വലിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ തക്കാളി, മല്ലി ഒക്കെ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കുക്കറിലെ വിസിലൊക്കെ ഒന്ന് പോയി തീർന്നിട്ടുണ്ട്. ഒരു 4-5 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പരിപ്പ് വെന്ത് ഉടഞ്ഞു വരണം. ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നൊരു മാഷർ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ അതിൻ്റെ പരിപ്പ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ചൂടായി കഴിയുമ്പോൾ കടുകും കുറച്ച് ഉലുവയും പിന്നെ നമ്മുടെ ഉഴുന്നും പരിപ്പുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം കൊല്ലമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് സവാളയാണ് കേട്ടോ. സവാള ഒരു 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ 2-3 പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് വാടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. പിന്നെ അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ നമ്മുടെ സവാളയൊക്കെ വാടിയത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു അല്പം മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളിയുടെയൊക്കെ ആ പച്ചമണവും ഒക്കെ ഒന്ന് പോയി തീരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തെടുക്കാം. പരിപ്പ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും ഒരല്പം കൂടി വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വലിയ സ്പൂണ് സാമ്പാർ പൊടി, ഞാനിത് വീട്ടിൽ പൊടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണവും ഒക്കെ ഒന്ന് മാറിക്കിട്ടണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പരിപ്പ് ചേർക്കുന്നത്. അപ്പോൾ പരിപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ശർക്കര ഉണ്ടല്ലോ അത് ചീയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വന്നു കഴിയുമ്പോൾ മല്ലിയിലയും കൂടി ചേർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒനിയൻ സാമ്പാർ ഇവിടെ സെറ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കിയാൽ ഉച്ചയ്ക്ക് ഊണിനും കൂടി നമുക്ക് ഈ സാമ്പാർ എടുക്കാം കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റാണ്. ഇതിൽ വേറെ കഷ്ണങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ. പരിപ്പും തക്കാളി സവാള മാത്രമേ ഉള്ളൂ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നവർക്ക് നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.